യൂണിവേഴ്സൽ മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവചനത്തിലൂടെ എന്ന നമ്മുടെ പരമ്പരയിൽ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ്, അതായത് ക്രിസ്മസിൻ്റെ സമയത്ത് ഇപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളും എല്ലാം പലതരത്തിലുള്ള പല കളറിലുള്ള വെള്ള, ചുവപ്പ്, കളർഫുള്ളായിട്ടുള്ള മറ്റുള്ള നക്ഷത്രങ്ങളൊക്കെ തൂക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ട് അന്ന് ഉണ്ടായിരുന്നത് ഒരേ ഒരു നക്ഷത്രമാണ്. അതായത് 3 രാജാക്കന്മാർക്ക് വഴി കാണിച്ചു കൊടുത്ത ഒരു വാൽ നക്ഷത്രം. ഈ വാൽ നക്ഷത്രം എവിടെ വന്ന് നിൽക്കുന്നോ ആ പോയിൻ്റിലാണ് യേശു ജനിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ടാണ് ഈ വാൽ നക്ഷത്രം അന്ന് ഉദിച്ചത്. ആ വാൽ നക്ഷത്രത്തിന് പുറമേ ഇപ്പോൾ 1000 തരം നക്ഷത്രങ്ങൾ എല്ലാവരും ഓരോ വീടുകളിലും വാദിച്ചാണ് നക്ഷത്രങ്ങൾ ആളുകൾ ഇടുന്നത്. അപ്പോൾ ഇതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശു ജനിച്ച ദിവസം, സമയം എല്ലാം, കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി. അപ്പോൾ അതേക്കുറിച്ച് ബൈബിക്കുട്ടി നിങ്ങളോട് വിശദമായി സംസാരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഡിസംബർ 25 ഡേറ്റ് തീരുമാനിച്ച ഒരു ദിവസമാണ്. ഈസ്റ്ററിന് ചിലപ്പോൾ ഡേറ്റ് മാറ്റം വരുന്നുണ്ട്, അതുപോലെ വേറെ ഇതിലൊക്കെ ചിലപ്പോൾ ഡേറ്റ് മാറ്റം, ദിവസം മാറ്റം, ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നുണ്ട്. ഡിസംബർ 25 എന്നുള്ളൊരു ബർത്ത്ഡേ ആയതുകൊണ്ട്, ജനിച്ച ദിവസമായതുകൊണ്ട് അതിനൊരു മാറ്റവുമില്ല. കാലാകാലങ്ങളോളം, അതായത് വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം നോക്കിയിരുന്നിട്ടാണ് ക്രിസ്തു ജനിച്ചത്. നമ്മളിപ്പോൾ ക്രിസ്മസ് ഒരു 2 വാക്കിലങ്ങ് പറഞ്ഞു തീർക്കുമ്പോൾ, വർഷങ്ങളായിട്ട് പ്രവാചകന്മാർ നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനെ തരും, അതുപോലെ പഴയ നിയമം അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരു രക്ഷകനെ അയച്ചു തരും, ഒരു ദൂതനെ അയച്ചു തരും, എസെക്കിയേലിനകത്തൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും കാലങ്ങളായിട്ട് കാത്തിരുന്ന രാജ്ഞിമാരെല്ലാം കൊട്ടാരത്തിൽ ഞങ്ങളുടെ ഉദരത്തിലായിരിക്കും, അല്ല ഞങ്ങളുടെ കൊട്ടാരത്തിലായിരിക്കും, ദാവീദിൻ്റെ പുത്രനായിട്ടല്ലേ. അപ്പോൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചു യേശു ഇവിടെ ഇറക്കുന്നു. പക്ഷേ ദൈവപിതാവ്, അതായത് പിതാവ് തിരഞ്ഞെടുത്തത് ഒരു പാവപ്പെട്ട സ്ത്രീയായ മറിയത്തെ ആയിരുന്നു. അപ്പോൾ മറിയത്തിലുണ്ടായിരുന്ന യോഗ്യതകൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആരൊക്കെ മറിയത്തെ ഉപേക്ഷിച്ച് പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അമ്മയ്ക്കും മകനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ശരീരത്തിൽ ശരിക്കും ഓരോരുത്തരുടെയും ഉള്ളത് 46 ക്രോമസോമാണ് ശരിക്കും പറഞ്ഞാൽ, 23. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്തുമാത്രം ഈ കുഞ്ഞിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞാലും ശരീരം ആരുടെയാണ്? പരിശുദ്ധ അമ്മയുടെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സക്രാരി തന്നെയാണത് എന്ന് പറയും. യേശു ഇരുന്ന സമയത്ത്, യേശു ജനിച്ച സമയത്ത്, നമ്മൾ പിറന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്. മറിയത്തിൻ്റെ വയറ്റിൽ ഉരുവാകുന്ന സമയം തന്നെ ദൈവദൂതനാൽ അറിയിക്കപ്പെട്ടപ്പോൾ തന്നെ അമ്മ അറിഞ്ഞിരുന്നു. ഞാൻ ഈശോയെ പ്രസവിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടന്നില്ല. പക്ഷേ യേശു, നമ്മളിപ്പോൾ പറയുന്നില്ല, ഒരു സൈഗോട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ രൂപം എടുത്തു കഴിഞ്ഞിരുന്നു. അമ്മയെ അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ 3 മാസം ഗർഭിണിയായ സമയത്താണ് എലീശ പുണ്യവതി, നീ ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതേ നിൻ്റെ ഇളയമ്മയ്ക്ക് ഇപ്പോൾ ഇത്ര മാസമാണ് എന്ന് പറഞ്ഞപ്പോൾ 100 കിലോമീറ്ററോളം ദൂരത്തിൽ നിന്നാണ് പറയുന്നത്. ജഡ്തിയിൽ അവൾ ഓടി എന്നാണ് പറയുന്നത്. ഓടി, ദൈവമേ ആ ഒരത്ഭുതം കാണാൻ ഞാനല്ലേ ആദ്യമേ പോകണ്ടെന്നുള്ള മട്ടിൽ ഓടി ചെന്നു. അവിടെ ചെന്നപ്പോഴോ എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കുതിച്ച് ചാടിയിട്ട് പറഞ്ഞു, ആദ്യത്തെ വചനപ്രഘോഷണം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ ഞാൻ എത്ര ഭാഗ്യമുള്ളവൾ. എൻ്റെ വയറ്റിലെ കുഞ്ഞ് നിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കണ്ടപ്പോൾ കുതിച്ചു ചാടി. അപ്പോൾ കർത്താവ് വയറ്റിൽ കിടന്നപ്പം ആ ഗർഭസ്ഥ ശിശുവിന് വരെ അനക്കമുണ്ടായി. അതുപോലെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നീ വാഴ്ത്തപ്പെട്ടവളെന്ന് പ്രഖ്യാപിക്കപ്പെടും, മറ്റുള്ളവർ നിന്നെ വന്ദിക്കപ്പെടും. ഇതെല്ലാം ഒറ്റയടിക്കങ്ങ് പറഞ്ഞു. കാരണം എന്താണ്? നിറഞ്ഞ ആത്മാവ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രകാശം വന്നു. രണ്ടുപേരും പരസ്പരം പറഞ്ഞ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രം. ഇളയമയെ കണ്ടപ്പോഴാണെങ്കിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സന്തോഷം നമ്മൾ ഓർത്ത് നോക്കി പ്രകടമാക്കി ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞാൽ, അവരുടെ ആ ഗർഭാലസ്യം ഒന്നും നോക്കാതെ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് മറിയത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദൈവപിതാവ് തീരുമാനിച്ചതും പരിശുദ്ധയമ്മ. അപ്പോൾ പരിശുദ്ധയമ്മ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടും എന്ന് കണ്ടുകൊണ്ട് വിഷണ്ണനായിരുന്ന ജൗസഫിൻ്റെ അടുത്തേക്ക് ഈശോ അപ്പോൾ എത്ര ശ്രദ്ധാലുവാണെന്ന് ഓർക്കണം. ഒരു പിതാവ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പുരുഷൻ വേദനിക്കുന്നു എന്ന ഒരു മനുഷ്യസ്നേഹത്തിൽ, ദൈവസ്നേഹത്തിന് മനുഷ്യസ്നേഹത്തിനോട് കൂട്ടി സ്വപ്നത്തിൽ അറിയിച്ചു.
നിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ കുഞ്ഞാണ്, യേശുവാണ് പിറക്കാൻ പോകുന്നത്, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അതുകൊണ്ട് യാതൊന്നിലും ശങ്കിക്കേണ്ട, മറിയത്തെ നീ വിശ്വസിക്കാൻ പറഞ്ഞു. രണ്ടുപേർക്കും ഏകദേശം ഒരേ സമയം എന്ന് എഴുതിയിട്ടുണ്ട്. ആ സമയം തന്നെ കണ്ടപ്പോൾ മറിയവും പറഞ്ഞു, ഞാനും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അപ്പോൾ ഇത് സത്യം തന്നെ. അപ്പം അങ്ങനെ പരിപാലിക്കാൻ വേണ്ടി യൗസേപ്പിതാവിനെ നിയോഗിക്കുകയും അമ്മയെ അത് വഹിച്ചുകൊണ്ട് പോകുന്ന പാത്രമായിട്ട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ തൊട്ടേ ദൈവിക പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം മറിയത്തിൻ്റെ യോഗ്യതകളാണ് ഇപ്പോൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഉദരത്തിൽ വരുവാനും മാത്രം ഇത് നമ്മളിന്നൊരു നക്ഷത്രം കാണുമ്പോൾ അന്ന് ഒരു വാൽനക്ഷത്രം ഇവർക്ക് മുമ്പേ പോയി എവിടെയാണ് പിറന്നിരിക്കുന്നതെന്ന് കാണിക്കാൻ ജ്ഞാനികൾക്ക് അടയാളം പോയി എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ വീട്ടിൽ 100 നക്ഷത്രം കത്തിയാലും നമ്മുടെ ഉള്ളിൽ യേശു ജനിക്കുന്നുണ്ടോ? അല്ല, യേശുവിനെ പോലെ ആകണം, യേശു എൻ്റെ വീട്ടിലുണ്ടാകണം എന്നുള്ള യോഗ്യതകളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. നമുക്കെല്ലാവർക്കും ബാധകമാണ് ഒന്ന് ചിന്തിക്കേണ്ട അവസരം. പരിശുദ്ധാത്മാവ് വരുവാനും അത്യുന്നതൻ്റെ ശക്തി വസിക്കുവാൻ വേണ്ടി നമ്മുടെ കുടുംബത്തെ നമ്മളൊന്ന് ഒരുക്കുക. കർത്താവ് പറയുന്നുണ്ട്, ഇന്നത്തെ ഇതിൽ പറയുന്നുണ്ട്, വെളിപാടിലുമൊക്കെ പറയുന്നുണ്ട്, ആരൊക്കെ വിളിക്കുന്നു അവർക്കെല്ലാം ഞാൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. നിങ്ങൾ എത്രയധികമായി ചോദിക്കുന്നു അത്രയധികമായി ഞാൻ നിറച്ച് നിങ്ങൾക്ക് തരികയില്ലേ. അപ്പം അതിൻ്റെ യോഗ്യതകളിലാണ് ഞാൻ ഈ പറഞ്ഞത്. വലിയ അമ്മേനെ കണ്ടത്, കഷ്ടപ്പെട്ട് പോയതും, കർത്താവിൻ്റെ അമ്മേനെ സന്ദർശിക്കാൻ എന്നുള്ള ആ വചനമെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഒന്ന് നിറയണം. ദൈവമേ, വയറ്റിൽ കിടക്കുന്ന കൊഞ്ചിന്ന് സ്കാനിങ് കൊണ്ടാണ് അറിയുന്നതെങ്കിൽ അവരുടെ സ്കാനിങ് എന്തായിരുന്നു? ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു. ചിലപ്പോൾ അതങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ജപമാലയിലൊക്കെ ചൊല്ലുമ്പോൾ ഒന്ന് വിറയ്ക്കും. ആരോട് പറഞ്ഞു, ഏത് ഡോക്ടർ പറഞ്ഞു, ഏത് ഗൈനക്കോളജിസ്റ്റ് അത് പറഞ്ഞ്? ഒന്നുമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനം നിറവ് കൊണ്ട് സംസാരിച്ചതാണ് അതൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യരോട് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സിമ്പതിയിൽ പറയുന്നുണ്ട്. നമുക്ക് സിമ്പതി അല്ല വേണ്ട, സിമ്പതി പെട്ടെന്ന് തീർന്നു പോകും, എമ്പതിയാണ് വേണ്ട. ഞാനൊരു സിനിമ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടത് ഓർക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ ഭയങ്കര പൈസയുള്ളൊരു പയ്യനാണ്, നിത്യമായിട്ട് ഇങ്ങനെ കിടപ്പുവാണ്. കിടന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആരെങ്കിലും എടുത്തുകൊണ്ട് പുറത്ത് പോകുമ്പോൾ പ്രാഥമിക ഇതിനെല്ലാം ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഒരാളിങ്ങനെ ചെന്ന് ചോദിക്കുവാണ്, നിങ്ങളിങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമമില്ലേ, നിങ്ങൾക്ക് ലോകത്തെ കാണണമെന്ന് ആഗ്രഹമില്ലേ, ലോകത്തെ അറിയണമെന്നില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എന്താണ് തോന്നുന്നതെന്നൊക്കെ ചോദിച്ച് അവതാരിക ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും എന്നോട് സിമ്പതി ഉണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് കിടപ്പ് കണ്ടിട്ട് വളരെ നിങ്ങളോട് സിമ്പതി തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ പയ്യൻ ഇങ്ങനെ ചോദിക്കുക, എന്നാൽ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ? എനിക്കിഷ്ടംപോലെ സ്വത്തുണ്ടോ, പരിചാരകരുണ്ട്, അവിടെ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ ഇനിയും നിർത്തിയാരെ. ഇപ്പം നിൻ്റെ സിമ്പതി എങ്ങനെയായെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം നിനക്ക് എന്നോടുണ്ടായിരുന്ന അവസ്ഥ എന്താണ്? എൻ്റെ ഈ കാര്യം പറഞ്ഞ് ലോകത്തോട് പറഞ്ഞിട്ട് ക്യാമറയ്ക്കകത്തുനിന്ന് നിനക്ക് പൈസ വേണം. ഇപ്പം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി സിമ്പതി ഉണ്ടെന്നുള്ള വാക്കങ്ങ് വിട്ടേക്കാൻ. ഇതാണ് ലോകം. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ തൊടുന്നത് വരുമ്പോൾ ഒന്നുമില്ല. ഒരു ധ്യാനത്തിൽ അച്ഛൻ പ്രസംഗിച്ചത് പറഞ്ഞത് ഓർക്കുന്നു. ഇപ്പോൾ നിങ്ങളിൽ ഒരു 10 ഏക്കർ ഉള്ളവൻ 1 ഏക്കർ ഒരു പാവപ്പെട്ടവന് കൊടുക്കാൻ മനസ്സുള്ളവനെല്ലാം കൈപൊക്കാൻ പറഞ്ഞപ്പോൾ കുറേ പേര് കൈപൊക്കി. അപ്പോൾ അച്ഛനോട് ഇവിടുത്തെ മനുഷ്യരെല്ലാം നല്ല മനുഷ്യരാണല്ലോ. പിന്നെ പറഞ്ഞ്, നിങ്ങൾ 10 ഉടുപ്പുള്ളവൻ 1 ഉടുപ്പ് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാൻ പറ്റുമോ? അപ്പോഴും എല്ലാവരും കൈവരുക്കി. കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനോർത്ത്, ദൈവമേ, ഇത്രയും നല്ല മനുഷ്യരെ ഉള്ളൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കേണ്ട പോലും ആവശ്യമില്ലല്ലോ എന്നോർത്ത് വീണ്ടും എന്നിട്ട്, നിങ്ങളിൽ 2 കാളയുള്ളവർ 1 കാളയെ ദാനം കൊടുക്കുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കൈവക്കിയില്ല ആരും. അപ്പം ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് കാളയോട് ഇത്ര സ്നേഹമാണോ? കാളേനെ മറ്റുള്ളവർ കൊണ്ട് ഉപദ്രവിക്കുമെന്ന് ഓർത്താണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇടവകയുടെ വികാരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വികാരി അച്ഛൻ പറഞ്ഞു, ഈ ഇരിക്കുന്ന മുഴുവൻ പാവപ്പെട്ട കർഷക കുടുംബം, അവർക്ക് 10 ഏക്കർ സ്ഥലവും ഇല്ല, 10 ഉടുപ്പുമില്ല. അപ്പോൾ കൈ എല്ലാവരും പൊക്കി. ഞാൻ കണ്ടായിരുന്നു, എനിക്കൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് 2 കാളയുള്ളവരെ ഇതിനകത്ത് അധികം പേര്, അതുകൊണ്ട് ആരും കൈ പൊക്കാൻ ഞാൻ. അപ്പോൾ ഈ എന്ത് ധ്യാനഗുരു ചിന്തിച്ചോ അത് നേരെ ഓപ്പോസിറ്റായി മാറി. അതുപോലെ നമുക്ക് കൊടുക്കാനില്ലാത്തവർ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യും. കൊടുക്കുമ്പോൾ ഇച്ചിരി ദേഹത്തുനിന്ന് മാറും. അപ്പോൾ അതിന് ദൈവം തന്നെ തൊടുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോൾ, ആ പ്രകാശം വരുമ്പോൾ, ആ ഉൾക്കാഴ്ച വരുമ്പോൾ നമുക്കിതൊന്നും ആണെന്ന് തോന്നില്ല. നമ്മൾ തന്നെ ചെയ്യും. എത്രയോ ഒരു കിഡ്നി ധ്യാനം ചെയ്യുന്നവർ, രക്തം ദാനം ചെയ്യുന്നവർ, നമ്മൾ പേപ്പറിലൊക്കെ കണ്ട സ്ഥലം ദൈവത്തിന് എൻ്റെ പള്ളി പണിയാൻ വേണ്ടി സ്ഥലം കൊടുത്തു, അല്ലെങ്കിൽ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു. എത്രയോ നമ്മുടെ ഫിലിം സ്റ്റാർസും അതുപോലെ നല്ല നല്ല പ്രവർത്തകരൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. പലരും അറിയാതെ ചെയ്യുന്നതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ അറിയുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ അവർക്കൊക്കെ ഇഷ്ടംപോലെ പൈസയില്ലേ, എന്തെങ്കിലും ചെയ്യാൻ മേലെന്ന് നമ്മളറിയാത്ത ഒത്തിരി ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ അവരൊക്കെ ഉണ്ട്.
അവരൊന്നും അങ്ങനെ എല്ലാം എൻ്റേതെന്ന് പറഞ്ഞ് എടുക്കുന്നവരൊന്നും അല്ല. ഉണ്ടാവാതിരിക്കാം, ഇല്ലാവായിരിക്കാം. പക്ഷേ അധികം പേരും ദാനധർമ്മം ചെയ്യുന്നവർ തന്നെയാണ്. പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പം പറയാം, ഇത് ഇവർ സ്പോൺസർ ചെയ്ത്, ഇത് ഇവർ സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിക്കും ഇതൊന്നും ലോകം അറിയാതെ പോകുന്നുണ്ടല്ലോ. അവരോർക്കുന്നുണ്ടായിരിക്കും ഞങ്ങളുടെ ഇതെല്ലാം ദൈവം കാണട്ടെ, ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ ആയുസ് തന്നാൽ പോരെ, ആ ഒരു നല്ല കാഴ്ചപ്പാടിൽ സംഭവിക്കുന്നതാണ് ഇതൊക്കെ എന്ന് എനിക്ക് തോന്നും. അതുപോലെ ദൈവത്തിൻ്റെ വിശ്വാസം ഉണ്ടായാലും നമുക്കിതെല്ലാം ദൈവം ഇത് കാണുന്നുണ്ട് എന്ന് മാത്രം. ദൈവത്തിൻ്റെ ക്യാമറ കണ്ണ് ഒരിക്കലും ഓഫായി പോകത്തില്ല, ചാർജ് ഇല്ലാതെ പോകത്തില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നോഹ പേടകം പണിതപ്പോൾ കൂട്ടുകാരെല്ലാം കളിയാക്കിയിട്ട്, നീ ഈ വേനൽക്കാലത്ത് നീ അല്ലാതെ വല്ലവരും പേടകം പണിയോ എന്ന് ചോദിച്ചപ്പോൾ നോഹ പറഞ്ഞു, എൻ്റെ ദൈവം പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു. അവസാനം പേടകത്തിനകത്ത് കയറിയിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ വാതിലടച്ചു തരാം, ഞാനൊരു മണ്ടന, വലിയ പ്രളയമൊക്കെ വന്നു കഴിയുമ്പോൾ എപ്പോഴും ഞാൻ തുറന്നു നോക്കും. അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ അകത്ത് കിടക്കുന്നവരെ എല്ലാം രക്ഷിക്കാൻ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, നീ തന്നെ ഓടാമ്പലിട്ടേക്കെന്ന് പറഞ്ഞു. ആവശ്യ സമയത്ത് നീ തന്നെ തുറന്നു തന്നു. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി അടച്ചവൻ തന്നെ തുറക്കും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി ചെയ്ത നോഹ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം ചോദിച്ചില്ലേ, ഈ ജനതയെല്ലാം നീ നശിപ്പിക്കാൻ പോകുമല്ലേ, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ 50 നോക്കിയിട്ട് കണ്ടില്ല, 20 നോക്കിയിട്ട് കണ്ടില്ല, 10 പേരുണ്ടെങ്കിൽ 5 പേർ ആരെയും കണ്ടില്ല, അവസാനം ഞാൻ മതിയെന്ന് ചോദിക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്, അബ്രഹാം നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാത്തിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ ഞങ്ങളുടെ മേൽ കനിവായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ. അപ്പം അതൊക്കെ എഴുതപ്പെട്ട കഥാപാത്രങ്ങളായിട്ടല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇതൊക്കെ ദൈവത്തിൻ്റെ നമ്മളെ കാണിച്ചു തരുന്ന അടയാളങ്ങളാണ്. എല്ലാ കുഞ്ഞിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എത്ര ആണെങ്കിലും നമ്മളെ കൊണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും മേല. എൻ്റെ കർത്താവ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ അനുസരണമാണ് എനിക്ക് വലുത് ബലിയേക്കാളും, നീ പകരം ഈ ആടിനെ ബലിയർപ്പിച്ചാൽ മതി. പരിശുദ്ധമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഗർഭത്തിൻ്റെ സ്ഥലത്തിലായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, എല്ലാ വീടുകളെയും മുട്ടിയിട്ട് ഒന്ന് പ്രസവിക്കാൻ സ്ഥലം തരാമെന്ന് ചോദിച്ചു, ആരും സത്രം വിട്ടു കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അവസാനം ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു തൊഴുത്ത് എന്നോ ദൈവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ആ തൊഴുത്ത് അവിടെ സജ്ജമായിരിക്കുന്നു. അതിന് ചുറ്റും ആ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ അവിടെ മാലാഖമാരെല്ലാം പാടിക്കൊണ്ട് വന്ന് ആരാണ്ട് വിളിച്ചിട്ടാണോ? മാലാഖമാർ വന്നിട്ട് ഭൂമിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആട്ടിടയന്മാരെ അറിയിച്ചു. ആട്ടിടയന്മാർ അവിടെ എല്ലാം ചെന്ന് പറഞ്ഞ് എടുത്തു, ജ്ഞാനികൾക്ക് അവിടെ ദർശനം കൊടുത്തു. നിങ്ങൾ വിചാരിച്ച് പ്രതീക്ഷിച്ചിരുത്തി ഞങ്ങൾ തൊഴുത്തുകൂട്ടിലുണ്ട്, ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു വാൽനക്ഷത്രം മുകളിലുണ്ട്, അത് പോകുന്ന സ്ഥലത്ത് നിങ്ങൾ നിന്നാൽ മതി. പോകുന്ന വഴിക്ക് വേറെ ഹെറോദേസിനെയൊക്കെ വിളിക്കുമ്പോൾ പറയും, അവിടെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ പോവാം, നിങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്ന് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ദൈവം അറിയിപ്പ് കൊടുക്കുക, നീ അതുവഴി പോകല്ലേ, കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ഇരിക്കുവാണ്, വേറെ സ്ഥലത്ത് കൂടി പൊക്കോളുക. വാൽനക്ഷത്രം ഇവിടെ കൊണ്ടാക്കി ഇവർ വേറെ സ്ഥലത്തൂടെ പിരിഞ്ഞു പോയി. സ്വർണവും മീരവും കുന്തിരിക്കും ഒക്കെ ആയിട്ട് കാഴ്ചവെച്ച് ആരാണ്ട് വിളിച്ചതാണോ, ടെലിപ്പതിയാണോ, ടെലിഫോണാണോ, എന്താ വിചാരിച്ച് എല്ലാം തമ്പുരാൻ ക്രമീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇതാണ് ക്രിസ്മസ്. അപ്പം നമ്മളും വിചാരിക്കണം, ഇന്ന് ഈ പ്രാവശ്യം എൻ്റെ വീട്ടിൽ എൻ്റെ ക്രിസ്മസ് എൻ്റെ ഈശോയുടെ ഒപ്പം ആയിരിക്കണം. എൻ്റെ വീട്ടിൽ കാണാൻ വയ്യാത്ത ആയിട്ട് ഞാൻ ആരെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ, ആരോടൊന്നും പിണക്കമുണ്ടെങ്കിൽ, സഹോദരന്മാർ തമ്മിൽ ലംഘിപ്പെട്ടിട്ടില്ലെങ്കിൽ, അയൽവക്കക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെ കുറേ നാളായിട്ട് വിളിക്കാൻ പറ്റാതെ ഇരുന്ന് ഫോൺ വിളിക്കാതെ പിണങ്ങിയിരിക്കുന്നവരെ ഒരു മിസ് കോൾ അടിച്ചെങ്കിലും അവർക്കൊരു മെമ്മറി കൊടുക്കാൻ സാധിച്ചെങ്കിൽ, എൻ്റെ യേശു പറയും ഈ ഭവനമാണ് എനിക്ക് സ്യൂട്ടബിളായിട്ടുള്ളത്, മോളിലേക്ക് നോക്കൂ, ആ വാൽനക്ഷത്രം ഇവിടെ ആയിരിക്കുമെന്ന് പറയാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എൻ്റെ വീട്ടിലായിരിക്കട്ടെ എന്ന് ഓരോരുത്തർക്കും ഓർക്കാം. യേശുവെ നന്ദി, യേശുവെ ആരാധന.